കാസർഗോഡ് ബദിയടുക്കയിൽ നിന്ന് കാണാതായ 5 അംഗ കുടുംബത്തെ കണ്ടെത്തുന്നതിനുള്ള പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. ഇവരുടെ തിരോധാനത്തിലെ നിഗൂഢത ബാക്കി നിൽക്കുകയാണ്. കർണാടക കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കാസർഗോഡ് ബദിയടുക്ക ബലക്കളത്തെ പട്യനായിക്ക് ചന്ദ്രാവതി ദമ്പതികളുടെ ഇളയ മകൾ രമ്യകുമാരി, മൂത്തമകൾ പ്രേമലത, ഭർത്താവ് ഉദയൻ, ഇവരുടെ 2 കുട്ടികൾ എന്നിവരെയാണ് മെയ് 14 മുതൽ കാണാതായത്. 15-ന് തന്നെ ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് ബദിയടുക്ക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും കാണാതായവരെക്കുറിച്ച് ഇതുവരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. കർണാടകയിലെ ബെൽത്തങ്ങാടി, ധർമ്മസ്ഥല, മംഗലാപുരം, ഉജ്ജറെ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കർണാടക പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ഉജ്ജറെ മൊബൈൽ ടവർ പരിധിയിലാണ് പ്രേമലതയുടെയും ഉദയന്റെയും മൊബൈൽ ഫോണുകൾ ഏറ്റവും ഒടുവിൽ പ്രവർത്തന സജ്ജമായിരുന്നത്. പിന്നീട് മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കർണാടകയിലെ ഇവരുടെ ബന്ധുവീടുകളിലും ദക്ഷിണ കാനറയിലെ പ്രധാന തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായില്ല. ദുരൂഹ സാഹചര്യത്തിലുള്ള 5 അംഗ കുടുംബത്തിന്റെ തിരോധാനം ജനങ്ങളിലും ബന്ധുക്കളിലും ആശങ്കയുയർത്തിയിട്ടുണ്ട്. പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ച് കേസിന് തുമ്മുണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കളമശ്ശേരി കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസുകൾ പുതിയ വഴിത്തിരിവിലേക്ക്. സലീംരാജ് അടക്കമുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യലിലൂടെ CBIക്ക് ലഭിച്ചത് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുടെ തെളിവുകൾ. തലസ്ഥാനത്തെ ഭരണകക്ഷിയിലെ പ്രമുഖൻ പ്രതിയാകും. റവന്യൂ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും പ്രതിസ്ഥാനത്തുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെയും ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന വിവരമാണ് CBIക്ക് ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങൾ CBIക്ക് ലഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ CBI ചോദ്യം ചെയ്യും. അതോടൊപ്പം റവന്യൂ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും ഭൂമി തട്ടിപ്പിൽ ബന്ധമുള്ളതായും CBIക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെയും CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിൽ പങ്കുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തുവരും. മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഇടപാടിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന കാര്യമാണ് CBI അന്വേഷിക്കുന്നത്. അതോടൊപ്പം തട്ടിപ്പിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നതും CBI പരിശോധിക്കും. തട്ടിപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന TO സൂരജിനെ CBI വീണ്ടും ചോദ്യം ചെയ്യും. തിരുവനന്തപുരം ജില്ലയിലെ ഉന്നത ഭരണകക്ഷി നേതാവിന്റെ പങ്കിനെക്കുറിച്ചും CBIക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. സലിംരാജ് ഉൾപ്പെടെ അറസ്റ്റിലായ 10 പ്രതികളിൽ നിന്ന് അന്വേഷണം ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് CBI കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസ് പോലീസ് അട്ടിമറിച്ചു. കേസിലെ പരാതിക്കാരിയായ ഷെരീഫയുടെ പരാതിയിൽ സലീംരാജിന് അനുകൂലമായി പോലീസ് പ്രവർത്തിച്ചുവെന്ന് കൊച്ചി DCP മുഹമ്മദ് റഫീഖ്. സലീംരാജിന് കളമശ്ശേരി ഭൂമി തട്ടിപ്പിൽ ക്ലീൻ ചിറ്റും നൽകി. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. കളമശ്ശേരി ഭൂമി തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഗവൺമെൻ സലിംരാജിനെ അനുകൂലിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണ് കേസന്വേഷിച്ച കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ IGക്ക് നൽകിയത്. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 116 സെന്റ് ഭൂമി തട്ടിയെടുക്കാൻ കാട്ടിൽപ്പറമ്പിൽ ഹസന്റെ മക്കൾ ശ്രമം നടത്തുന്നുവെന്നും ഇതിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഗവൺമാനായിരുന്ന സലിംരാജ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടുവെന്നുമായിരുന്നു കൊച്ചി പത്തടിപ്പാലം സ്വദേശി NA ഷെരീഫയുടെ പരാതി. എന്നാൽ ഇതിൽ വിശദമായി അന്വേഷണം നടത്തിയെന്നും പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പില്ലെന്നും സൂചിപ്പിച്ചുള്ള റിപ്പോർട്ടാണ് DCP VM മുഹമ്മദ് റഫീഖിന്റേത്. പരാതിക്കാരിയും കുടുംബവും അയൽവാസിയായ കാട്ടിൽപ്പറമ്പിൽ ഹസന്റെ കുടുംബവും വർഷങ്ങളായി ശത്രുതയിൽ കഴിഞ്ഞു വരുന്നു. ഇതിനെ തുടർന്ന് നിരവധി ക്രിമിനൽ സിവിൽ കേസുകൾ വിവിധ കോടതികളിലായി നിലനിൽക്കുന്നുവെന്നും DCPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പരാതിയിൽ പറയുന്ന എതിർകക്ഷികളായ ഹസന്റെ മക്കളായ അബ്ദുൾ മജീദ്, അബ്ദുൾ സലാം, അബ്ദുൾ മജീദിന്റെ ഭാര്യ നൂർജഹാൻ എന്നിവരുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് പരാതിക്ക് ആധാരം. നൂർജഹാന്റെ സഹോദരനായ സലിംരാജിന്റെ പേര് വെറുതെ വലിച്ചൊഴിച്ചതാണ്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിതയുമായി സലിംരാജ് ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും കൂടാതെ സലിംരാജിനെ ഗവൺമെന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതെന്നടക്കമുള്ള വാർത്തകൾ നിരന്തരം മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ സലിംരാജിനെ കൂടി കക്ഷി ചേർത്ത് പരാതി നൽകിയാൽ തനിക്ക് അനുകൂലമായ ഒരു സമീപനം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് പരാതി നൽകിയതെന്നും VM മുഹമ്മദ് റഫീഖ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിക്കാരി ഷെരീഫ മകൻ അബ്ദുൽ നാസറിന്റെ പ്രേരണയാൽ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സലിംരാജ് ഭൂമി തട്ടിപ്പിനായി ഉപയോഗിച്ചു എന്ന പരാമർശം വാസ്തവവിരുദ്ധമാണെന്നും DCPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്. വയനാട്ടിൽ അതിർത്തി പ്രദേശങ്ങൾ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് വ്യാപകമാവുകയാണ്. കഴിഞ്ഞ മാസം മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ മാത്രം 20ഓളം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. കൊക്കൈൻ പിടികൂടിയതുൾപ്പെടെയുള്ള കേസുകളാണിത്. റിപ്പോർട്ടിലേക്ക്. 7.5 കിലോ കഞ്ചാവുമായി 3 സംഘത്തെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടിയതാണ് ഒടുവിൽ നടന്ന സംഭവം. മുൻപ് ബൈരക്കുപ്പ പെരിക്കല്ലൂർ വഴിയായിരുന്നു മയക്കുമരുന്ന് കടത്ത് വ്യാപകമായിരുന്നതെങ്കിൽ ഇപ്പോഴത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴിയാണ്. 20ഓളം കേസുകളാണ് ഇവിടെ നടന്ന സംഭവങ്ങളിൽ പോലീസ് രജിസ്റ്റർ ചെയ്തത്. കൊക്കൈൻ, പാൻ മസാല ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ് തുടങ്ങിയ ലഹരിമരുന്നുകൾ ഈ വഴി വ്യാപകമായി കടത്തുന്നുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം.
സംസ്ഥാനത്ത് ബാറുകൾ പൂട്ടിയതോടെ ആളുകൾ പുതിയ ലഹരി മരുന്നുകൾ തേടുകയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ കാര്യമായ പരിശോധന സംവിധാനങ്ങൾ ജില്ലയിലില്ല. തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരിടത്തും എക്സൈസ് വകുപ്പിന് ചെക്ക് പോസ്റ്റുകളില്ല. താളൂർ, നൂൽപ്പുഴ, നമ്പ്യാർകുന്ന്, വടുവഞ്ചാൽ എന്നിവിടങ്ങളിലെങ്കിലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കണമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കാർ നടപടിയില്ല. കഴിഞ്ഞ മാസം 3-നാണ് കോഴിക്കോട് സ്വദേശി ഷഫീഖിനെ കൊക്കൈനുമായി പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് ബെൻസ് കാറിലാണ് കൊക്കൈൻ കൊണ്ടുവന്നത്. ലഹരിമരുന്ന് കടത്തിന്റെ സുരക്ഷിത വഴിയായി വയനാട്ടിലെ അതിർത്തി പ്രദേശങ്ങൾ മാറുമ്പോഴും കാര്യമായ നടപടികളുണ്ടാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, വയനാട്. വിവാഹധൂർത്തിനെതിരെ മാതൃകാപരമായി പ്രതികരിച്ചുകൊണ്ട് മലയാളികളായ അവിനാഷും സ്നേഹയും ലളിതമായ ചടങ്ങിൽ മുംബൈയിൽ വിവാഹിതരായി. വിവാഹ സമ്മാനമായി ലഭിച്ച പണം ഹൃദ്രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന കുട്ടിയുടെ ചികിത്സയ്ക്കായി നൽകിയും താലികെട്ടിന് ശേഷം രക്തം ദാനം നൽകിയും നവദമ്പതികൾ മാതൃകയായി. കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആ കാഴ്ചയുമായാണ് ഇന്ന് വിട പറയുന്നത്. നമസ്കാരം. ബദ്ലാപൂർ അമ്പേശിവകാവിലെ രാജമ്മ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശിവഗിരി വൃദ്ധാശ്രമത്തിനോട് ചേർന്ന് ഗുരുമന്ദിരത്തിലായിരുന്നു വിവാഹവേദി. മഹാഗുരുപൂജയ്ക്ക് ശേഷം ബന്ധുമിത്രാദികളെ സാക്ഷി നിർത്തി മഞ്ഞച്ചരടിൽ കോർത്ത താലി അവിനാഷ് സ്നേഹയുടെ കഴുത്തിൽ അണിയിച്ചപ്പോൾ ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് പലരും ആശംസിച്ചു. പൊന്നിനും പുടവയ്ക്കും ശ്രദ്ധയ്ക്കും മാത്രമല്ല സിനിമാ സ്റ്റൈലിൽ വിവാഹ ചടങ്ങുകൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ വരെ ലക്ഷങ്ങൾ ചിലവിടുന്ന കാലത്താണ് സ്വന്തം രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ സ്നേഹയും അവിനാശും ലളിതമായ ചടങ്ങുകളും കാരുണ്യസ്പർശവുമായി സമൂഹത്തിന് മാതൃകയായത്. വിവാഹസദ്യയുടെ പരിവേഷങ്ങളില്ലാത്ത ലളിതമായ ഭക്ഷണത്തിന് ശേഷം വധൂവരന്മാർ രക്തദാനം നൽകിയപ്പോൾ വിവാഹത്തിൽ പങ്കുകൊള്ളാനെത്തിയവരും ഈ ഉദ്യമത്തിന്റെ ഭാഗമായി. മരണാനന്തര അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പുവെച്ച സ്നേഹയും അവിനാശും ഗ്രാമത്തിലെ ആദിവാസി കുട്ടികൾക്ക് പഠന സാമഗ്രികളും ആശ്രമത്തിലെ മനോവൈകല്യമുള്ള അന്തേവാസികൾക്ക് പഴവർഗ്ഗങ്ങളും വിതരണം ചെയ്തു. വിവാഹ സമ്മാനമായി ലഭിച്ച പണം ഉല്ലാസ് നഗറിൽ ഹൃദ്രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന കുട്ടിയുടെ ചികിത്സയ്ക്കായി നൽകി നവദമ്പതികൾ കരുണ കാട്ടി. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.